ശ്രീ ആർ വി ബാബു ഹിന്ദുയ്ക്ക് വേണ്ടി സംസ്ഥാന അധ്യക്ഷൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആർ വി ബാബു, കൽപ്പാത്തി രഥോത്സവത്തിലാണ് ഈ ആചാരലംഘനമുണ്ടായിരിക്കുന്നത്, വിശ്വാസലംഘനമുണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ ചെരുപ്പിട്ടാണ് ഈ രഥം വലിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ MP VK ശ്രീകണ്ഠൻ, രാഹുൽ, സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ, ഇവരൊക്കെയും അവിടെ വിശ്വാസികളുടെ പ്രതിഷേധം പോലും മുഖവിലക്കെടുക്കാതെയാണ് അവർ പിന്നീട് ഈ രഥം വലിച്ചത്. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ കാണുന്നു താങ്കൾ? അത് അങ്ങേയറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇവർക്കൊക്കെ ഈ ഒരു ഷോ കാണിക്കുക, ജനങ്ങളുടെ മുമ്പാകെ ഒരു തങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഷോ കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ വിശ്വാസവും ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് നമുക്ക് കരുതാനാവില്ല. അവിടെ ജനങ്ങളുടെ മുമ്പാകെ വരുന്ന തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഒക്കെ ഇതിന്റെ ഭാഗമാണ് എന്ന് കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിന്റെ ആചാരപരമായ മര്യാദകൾ പാലിക്കുകയോ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം എന്നോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമല്ല. അതുകൊണ്ട് അവരുടെ ഈ നടപടി രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ്. അത് അങ്ങനെ ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല ഈ കൽപ്പാത്തി രഥോത്സവം പോലുള്ള സ്ഥലങ്ങൾ. അത് അങ്ങേയറ്റം ആചാരപരമായി പവിത്രമായി ഭക്തജനങ്ങൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ചടങ്ങാണ്. അതിന് നിശ്ചിതമായിട്ടുള്ള ചില ആചാര രീതികളുണ്ട്. ആ ആചാര രീതികളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ വന്നിട്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അത് ഭക്തജനങ്ങളോടും ആ കൽപ്പാത്തി രഥോത്സവത്തോടും ചെയ്യുന്ന അനീതിയാണ്, വിശ്വാസ വഞ്ചനയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഈ നേതാക്കന്മാർക്കെതിരെ ഉണ്ടാവേണ്ടത് അനിവാര്യമായ കാര്യമാണ്. യെസ്, ശ്രീ ആർ വി ബാബു, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു പ്രകടനമാണ് അവരുടെ ഭാഗത്തിനുമുണ്ടായത്. വിശ്വാസികളുടെ ഇടയിലേക്ക് വന്നു ചേർന്ന് വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ. അതുകൊണ്ട് തന്നെ അതൊരു വിശ്വാസ ലംഘനമാണ്. ഇവരുടെ ഒരു പൊള്ളത്തരം, ഭക്തിയുടെ മറവിൽ വോട്ട് പിടിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കുറുതൊട്ട് ഞങ്ങളും ഭക്തരാണ്, ഞങ്ങളുടെ നിങ്ങളുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പൊള്ളത്തരം തന്നെയാണ് വ്യക്തമായിരിക്കുന്നത് അല്ലേ? ബാബു, കേൾക്കാമെങ്കിൽ. ഇവര് അവസരം പോലെയാണ് ഇവര് കുറി തൊടുകയും കുറി മാറ്റുകയും ചെയ്യുന്നത്. ഓരോ നിയോജകമണ്ഡലത്തിലും ഏത് മതവിഭാഗമാണോ ഉള്ളത് ആ മതവിഭാഗത്തിന്റെ ആചാരത്തിനനുസരിച്ച് പെരുമാറുക. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ആത്മാർത്ഥമായിട്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ്, ഹിന്ദുക്കളാണ്, ആ വിശ്വാസം പാലിക്കുന്നതാണ് എന്ന രീതിയിലുള്ള ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നവരല്ല ഇവര് തരം പോലെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തരം പോലെ കുറി തൊടുകയും കുറി മാക്കുകയും ചരട് കെട്ടുകയും ചരട് അഴിച്ചു കളയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ്. അവിടെ നമുക്കറിയാം, ചെങ്ങന്നൂര് മത്സരിച്ചപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കറുത്ത ചരട് കെട്ടി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പില് ആ സ്ഥാനാർത്ഥി തന്നെ വെളിപ്പെടുത്തി തനിക്ക് വോട്ട് കുറയാൻ കാരണം കറുത്ത ചരട് കെട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്, തനിക്കെതിരെ പ്രചരണം നടന്നു. അപ്പോ ഇത്തരത്തില് ഹൈന്ദവ ചിഹ്നങ്ങൾ, ഹൈന്ദവ ആഘോഷങ്ങളെ ഒക്കെ തരം പോലെ ഓരോ നിയോജകമണ്ഡലത്തിന്റെയും സ്വഭാവം അനുസരിച്ച് മാറ്റി മാറ്റി പരീക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവരൊക്കെ. ഇവര് നടത്തുന്ന അങ്ങേറ്റം കാപട്യമാണ്. ഈ കാപട്യം പാലക്കാട് ചെലവാവില്ല. പാലക്കാട്ടെ ജനങ്ങൾ ഈ തരത്തിലുള്ള കപട ഭക്തന്മാരെ തിരിച്ചറിയും. അവര് ഇതിന് തക്കതായ ശിക്ഷ അവര് നൽകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.